കണ്ട ശ്രദ്ധിക്കണം ഗൈസ്. ചെമ്പല്ലി ഗൈസ്. ഇതിനാണ് ഞാനിപ്പോ പറഞ്ഞത്, നോക്കി പിടിക്കുക അളവ് മുതൽ നോക്കി. കിട്ടി 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 മക്കളെ. സ്ഥലം അത് സൗണ്ട് കേട്ടറാ. വാടിയൻ സെല്ല കുട്ടി വെൽക്കം ടു ദ സ്ട്രീം അല്ലല്ലോ, വെൽക്കം ടു ദ വീഡിയോ. അങ്ങനെ ഞങ്ങൾ കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, പിന്നെയും വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് ചോദിച്ചു. പക്ഷേ ഇന്നാണെങ്കിൽ ഭയങ്കര ചൂടാണ്. പിന്നെ ഈ അടുത്തായിട്ട് ഈ ഏരിയയിലൊന്നും ആരും ഇങ്ങനെ ചൂണ്ടിടാൻ പോകില്ല. കാരണം മറ്റേ തലേമ്മ പരിക്ക് പറ്റിയ ആന ഇങ്ങനെ നടക്കുക ഇതിക്കൂടെ. ആ ആന ഇതിക്കൂടെ നടക്കണ ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ മാതിരി പേടിയാണ്. കാരണം അതിന് മേല് നൊന്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വേദനെടുത്തിരിക്കുകയല്ലേ. സോ എല്ലാവരുടെ നമ്മളൊക്കെ ആക്രമിക്കും. സോ ആരും പോകാറില്ല. ഇപ്പം ആന പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ പയ്യെ ആൾക്കാരൊക്കെ നൈസായിട്ട് ചൂണ്ടക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് ഇറങ്ങാം. അടിയാളെ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കൊണ്ടേ ഒരു മരം പിടിച്ചില്ല. എന്തിനു പറയാനല്ല. പിന്നെ 2 വർഷമായി കൊളുത്തോടി നാളെ കണ്ടവരെ പനിണ്ടല്ലേ. നമ്മളെ താഴത്തെ കടവില്ലേ അത് വീഡിയോ ചെയ്യാറില്ലേ. അത് നമ്മ കുളിക്കാറങ്ങണല്ലേ. ഞാൻ കഴിച്ചുകൊണ്ടൊരാളാ. ഇവരെല്ലാവരും മെഷീനിട്ട് വളർത്തില്ല. നമ്മൾ കഴിച്ചുകൊണ്ടൊരാളാണ്. പക്ഷെ ഇന്ന് ആഫ്റ്റർ ലോങ് ടൈം സ്റ്റാർട്ടാക്കി. എങ്ങനെ പോണടാ? ഇങ്ങനെയല്ലേ പോവാറ്? ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണോ? ഇതങ്ങനെ അതിലേ പോവാറുവാ. ഇതിലേ പോവാനി. ഇതവിടെ ഇട്ട സാധനം കിട്ടും. അതിൻ്റെ അടിയിൽ ഇവിടെ നിന്നാണ് ഇവിടെ നിന്നല്ലേ മറ്റേ കരിമീൻ പിടിച്ച് തണല് നോക്ക്. കുഞ്ഞത് കത്തി ഉണ്ടായിരുന്നു നല്ലത്. ഷക്കുനിപ്പോ കുഞ്ഞത് വേണ്ട മീൻ പിടിക്കാനായിട്ട് അല്ലക്കോ ഗൈസ്. ആഫ്റ്റർ ലോങ് ടൈം പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഇറങ്ങിയിട്ടാ. ഇതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരപ്പള്ളി. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ഇന്നങ്ങോട്ട് പൂശി എല്ലാത്തിനും പൊക്കുന്നു. അത്ര വേണ്ട, ആകെ ഞാനും അവന് മാത്രമല്ലേ ഇടണുള്ളൂ. ഇനി ഇവൻ മിഷൻ അടിക്കുള്ളൂ സ്റ്റാർട്ടിങ്. വയ്യാണ്ടാവുമ്പോഴാണ് ഇപ്പടിക്കൊന്നും കഴിച്ചോണ്ട. ഇപ്പടിക്കുന്ന കഴിച്ചോണ്ട അവിടെ പോയി തപ്പ നേരെ കിട്ടുക. അതിന്റെ ആ ചെളി പൊളിഞ്ഞാൽ മതി. തുരുത്തിന്റെ ചെളി പൊക്കി കഴിഞ്ഞാൽ നേരെ കിട്ടും. നീ ഇത് കെട്ടിക്കോ. ഞങ്ങൾ ചൂണ്ടിൽ ഇറങ്ങിട്ടാ. എല്ലാം സെറ്റായി. അതെ, ബാഗിലെ സാധനങ്ങൾ, തീറ്റ കാര്യങ്ങൾ. അവിടെ ഒരു ഫുണ്ടായിട്ട് ചൂണ്ടിരുന്നത്. ഇതേ അവൻ്റെ ചെരുപ്പ്. ഞാൻ കഴിച്ചോണ്ടൊരാളാണ്. പക്ഷേ ചൂണ്ടിൽ നമുക്ക് പറ്റത്തില്ല. എടാ നോക്കിയാറട്ടെ, മറ്റേ ഇത് മേത്തുള്ളൂ. മുള്ളിൻ്റെ അവിടെ രതീഷ് അവിടെ അര തപ്പി ഇറക്കുന്നുണ്ട്. എടാ എടാ ഫ്രണ്ടിക്ക് പിടിച്ച് കൊണ്ടുപോടാ പുണ്ടേ. എടാ എപ്പോഴും ഫ്രണ്ടിക്ക് പിടിച്ച് കൊണ്ടുപോട്ടാ. എടാ ബാക്കി വരുന്ന മരം ശുക്കാമണി മുകളിലുള്ളത്. ഫ്രണ്ടിൽ പോണ കണ്ണ് കാണാം. കൊള്ളിക്കാണ്ടയിലിടാം. അവിടെയാണോടാ ഇത്ര വെള്ളം. ഏതാ വ്യൂ? കുഞ്ഞുണ്ടിടാ കുഞ്ഞുണ്ടിട. ഇതന്നെയാണ് ആ മരം. മനസ്സിലായി അക്കു. ഗോയ്സ് എൻ്റെ അമ്മേ, പാമ്പുണ്ടാവും ഇവിടെ. അവിടെ ഇവനെ ഇങ്ങോട്ട് വാടാ ഷിയോനെ. അങ്ങോട്ട് വാ. ആവശ്യം പോലെ മീനുണ്ട്.
കണ്ട ഒറ്റ കൈക്കിന് മീൻ പിടുത്തം ഇത് ചുണ്ണി ഇതിനടുത്ത് വെള്ളത്തിക്കണം കായ്സ് ചുക്കാമണി മോറ് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പെട്ട് കിടക്കേണ്ടി വരുത്തുന്നത് ഇത് കൊള്ളാം അണ്ടല്ലി അണ്ടിൽ അത്യാവശ്യം വലുതാ എടാ നീ എങ്ങടെ പോണ മീൻ എടാ അവിടെ മീൻ കിട്ടുന്ന സ്ഥലമാണ് നീ എന്തിട്ട് കാണിക്കണേ കുറച്ച് മീനുകൾ കിട്ടിയിട്ടുണ്ട് ഇതിലെടുത്തിട്ടെ ഇവിടെ അതിനിട്ട് നല്ല ഉറുമ്പരി കിട്ടുന്നത് പത്ത് മിനിറ്റായാലും വന്നുള്ളൂ ചെറുതുകളാണ് പക്ഷെ ഈ പരൽ എന്ന് പറഞ്ഞ സാധനം അത്യാവശ്യം ഉണ്ടാവുള്ളൂ ഇത് കണ്ട ഇതിന് മുള്ളുള്ളതുകൊണ്ടേ ഇതിന് മുള്ളു കണ്ട ഈ സാധനം കൊണ്ടുകഴിഞ്ഞാൽ നല്ല പെയിനാണ് നോക്കി കിട്ടി അരമണിക്കൂർ എങ്ങാണ്ട് ഈ മുതലിനെ പിടിച്ചിട്ട് ചത്തിട്ട് ഇത്ര റേറ്റ് എന്നാ ഇങ്ങനെ പ്രശ്നമുണ്ട് ഈ കവറിലിടാ ഇതാണ് നമ്മുടെ തരാം ഇത് വെച്ചിട്ട് അടുത്ത് ഇടാം ആവശ്യം പോലെ മീനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറുതുകൾ അടി പരൽ എന്ന് പറഞ്ഞ കുറ്റിങ്ങൾ ഇത്തിരി ഉണ്ടാവുള്ളൂ നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ ഞാനീ കൈ ചൂണ്ട മാത്രമേ ഇടാറുള്ളൂ ഈ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും മിഷൻ ചൂണ്ടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്കെന്തോ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അടിച്ചു അടി 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 ഉണ്ടോ അളിയന്മാരുണ്ട് അവിടെ വെല്ലുണ്ട് ഇത് കുഞ്ഞുണ്ടോളായിരുന്നു കുഞ്ഞുണ്ടിട്ട് കഴിഞ്ഞാൽ സെറ്റാണ് ചോട്ട ഉണ്ട കുഞ്ഞുണ്ടിടാ ഇതെങ്ങനെ ഇടാ ഈ മീനുകൾ വറുത്ത് നല്ല അടിപൊളിയാണ് പരലുകൾ നല്ല ടേസ്റ്റാണ് ഏതോ ഒരുത്തൻ വരണ്ട് വലിയത് എടുക്ക് കുടുങ്ങി മയില് ഇതാണ് ഈ അടുപ്പിൽ വന്നിട്ടുള്ള പ്രശ്നം ഈ ഇതും ഇങ്ങനെ കുടുങ്ങുന്നു ഈ ഇതുണ്ടോ പത്തിൽ പോലത്തെ ഇത് മറ്റേ മുള എന്ന് പറയും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണയുണ്ടാക്കിയത് ഉണ്ടോ മുളക്കണം ഇതിന് വെട്ടിയിട്ട് തന്നെ ഈ പണ്ടാരത്തും ഈ സാധനത്തിൻ്റെ അടിയിലാണ് ആവശ്യമായ മീൻ ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു മീനുള്ളൂ അതേമാതിരി തന്നെ വലുതുണ്ടാവും ഇപ്പം ഞാനിപ്പോൾ ഒരു വലുതിനെ കണ്ടു പെടുമെന്ന് അറിയില്ല ഇട്ട് നോക്കാം ചെമ്പല്ലി എന്ന് പറയുന്ന സാധനത്തിന് അതിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഇപ്പോൾ ഞാൻ ഇട്ടണത് അതിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്താവും എന്തോന്ന് അറിയില്ല ചെമ്പല്ലി ഗൈസ് ഇതിനാണ് ഞാനിപ്പോൾ പറഞ്ഞത് നോക്കിയില്ല പിടിക്കുക അളവ് മുതൽ നോക്കി സൈസ് നോക്കി അത്യാവശ്യം നല്ല അതായത് കൊള്ളാം കിട്ടിയതിൽ ഇപ്പോൾ വന്നിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ കിട്ടിയതിൽ അത്യാവശ്യം വലുതാണ് പണ്ടാറത്തിൻ്റെ ഇതിമേന്ന് ഇങ്ങനെ വിടിയിച്ചിരിക്കണം ഏറ്റവും വലിയ പാട് സെറ്റാണ് കേട്ടോ മുതൽ സാധനം കണ്ണൊക്കെ നോക്കിയാൽ ആളുടെ സൈസ് ഒരു കുഞ്ഞ് കൈപ്പത്തിയുടെ അത്ര ഉണ്ട് കൈപ്പത്തിയുടെ അത്രയും ഗൈസ് ഇപ്പം കുറച്ച് നേരത്തെ കിട്ടിയ ഉണ്ടല്ലേ ചേട്ടാ എന്നെ പിടിക്കാൻ പാടാന്നേ എന്താ മുകളിലേക്ക് നല്ല സെറ്റുമുള്ള
കുഴപ്പമില്ല. അവിടെ ഇനിയും ഉണ്ട് കണ്ടോ, അതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നിക്കുന്നത്. ഈ ഒരു ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ നിൽക്കളിയന്മാർ എന്തോരാന്നറിയോ. നൈസായിട്ട് പിടിക്കുക വറക്കുക തിന്ന ഇതൊക്കെ തന്നെ. അപ്പോൾ ആ വളിയൻ ഈ കവറിൽ കിടക്കട്ടെ. കവറ് കീറുപിറ്റിങ്ങളെ പിടിച്ച് ഈ കവറിൽ ഇട്ടാൽ ഈ കവറ് നാശം. നമുക്കന്ന് അടുത്തത് പിടിക്കാം. ഇവിടെ ഉണ്ട് കണ്ടത്, ആ മരത്തിൻ്റെ അടിയിലാണ് അളിയന്മാരുടെ മെയിൻ സ്ഥലം. പിന്നെ ഇതിൻ്റെ അടിയിൽ അത്ര ലെങ്ത്തിക്ക് ഇടാൻ പറ്റുള്ള, അല്ലെങ്കിൽ അറ്റത്തേക്ക് നീട്ടിടായിരുന്നു. അറ്റത്തേക്ക് നീട്ടി ഇനിയും കിട്ടുമെന്ന് തോന്നുന്നു. അറ്റത്തേക്ക് നീക്കിട്ടാം. അതിനിവിടെ ഇപ്പോൾ ആൾക്കാർ കുറേ നാളായി ചൂണ്ടയ്ക്കൊക്കെ വന്നിട്ട് മഴയൊക്കെ പെയ്തില്ലേ, ആ ടൈമിൽ വന്ന ഇവിടെ ആവശ്യം പോലെ മീൻ കിട്ടും. പിന്നെ ഈ മറ്റേ ആനയില്ലേ, ആ വെടി കൊണ്ടാണ് വെടി കൊണ്ട അതെ ആയ് കിട്ടിങ്ങനെ. ആ വെടി കൊണ്ടാനയും പിന്നെ ആ ദുരാനകളൊക്കെ ഇതിൽ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിനിപ്പോൾ മുറിവുള്ളത് കൊണ്ട് അതിന് നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങനെ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അധോഗതിയാണ്. സോ അങ്ങനെ ആരും കുറച്ചാളായിട്ട് മീൻ പിടുത്തൊന്നുമില്ല. അപ്പോൾ അത് പോയില്ല. അപ്പോൾ അതിനെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് പയ്യെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാം. വിദ്യയുള്ളവന്മാരാ. വിദ്യ നമ്മുടെ അടുത്ത് ഇറക്കില്ല, നമ്മളിപ്പോൾ കുഞ്ഞുണ്ടുണ്ടാക്കും. അപ്പോൾ ഒറ്റയടിക്ക് വന്ന് വെട്ടിക്കോളും. നമ്മുടെ ഉദ്ദേശം കരിമീനാണ്. ഇവിടെ മറ്റേ കരിമീനല്ല, ഇവിടെ പറയുന്ന ടൈപ്പ് കരിമീനുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ. എനിക്ക് മീനിൻ്റെ പേരും കോപ്പൊന്നും അറിയില്ല. മെയിനായിട്ട് ഈ വഴിക്കൂടെ പോക്കാണ് ടാസ്ക്. പണ്ടാരം നോക്കി കൊണ്ട് പോയി കഴിഞ്ഞാൽ പാമ്പോ ഈ തുരുത്തുകളിൽ പാമ്പുണ്ടാവും. അതിരപ്പള്ളി ഏരിയയിലൊക്കെ ആവശ്യം പോലെ പാമ്പുണ്ട്. വെറൈറ്റി സാധനം. കടി കിട്ടിയാൽ തീർന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. അവിടെ നിന്നൊന്നും കിട്ടിയില്ല കാശ്മീരി അധികമൊന്നും. ഇങ്ങനത്തെ ഗ്യാപ്പുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അണ്ടല്ലി പോലത്തെ സാധനങ്ങളുണ്ട്. പക്ഷെ നോക്കട്ടെ കേട്ടോ, ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇവിടെ. ഇവിടെ ഫുള്ള് തന്നെ ഉണ്ട്. അതിരപ്പള്ളിയുടെ ഏരിയ ഉണ്ട് ഫുള്ള്. കണ്ടോ, ഈ തുരുത്തിനുള്ളിലൊക്കെ എന്തായാലും മീനുണ്ടാവും. അത് വലിയതുണ്ടാവും. വലുത് പിടിക്കാനുള്ള നാക്കൊന്നും നമുക്ക് വന്നിട്ടില്ല. വല്ലപ്പോഴൊക്കെയാണ് വലുതൊക്കെ വന്ന് പെടാറ് കയ്യിൽ. ഇവിടെ ഇട്ടോക്കാട്ടെ. താഴേക്ക് പോകാൻ സമ്മതിക്കും. താഴേക്ക് പോയാലും വലുതുണ്ടാവും. അപ്പോഴേക്ക് പരല് പന്നികൾ വന്നത്. ഒരാൾ കിട്ടിയതായിരുന്നു ഗായ്സ്. മുതലുകളുണ്ട് ഇവിടെ. ഐറ്റംസ് ഉണ്ട് മച്ചൂസേ. ഇവിടെ നിന്ന് ഏതൊരു തന്നെ ചെയ്യാൻ. പിന്നെ അധികം സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല. സൗണ്ട് കൂടി കഴിഞ്ഞാൽ ഇവന്മാർക്കും മനസ്സിലാവും. സൈലൻ്റ് ഇടാൻ വോയിസൊക്കെ ഞാൻ പയ്യെ സംസാരിക്കണം. അതെ ഒരുത്തങ്ങിട്ട് അടി. ആയ് ഗായ്സ്, നല്ല വലിയ സാധനമായിരുന്നു ഭായി. ഇനിയിപ്പോൾ ഈ ഏരിയയിലുള്ള ഒന്നും വരില്ല. മീൻസ് ഈ മീനിങ്ങനെ സൗണ്ടായില്ലോ. സോ എല്ലാം പല ഏരിയക്കായിട്ട് പോകും വധൂരികൾ. എന്നാലില്ല, ഇവന്മാരെ ഏത് മാളത്തേക്കാർ വിളിച്ചാലും നമ്മൾ ചാമ്പും. വാ പറഞ്ഞ അത് വെട്ടി ഒരുത്തം വെട്ടി. ആയ് നല്ല വലിയ പരകൾ. അത്യാവശ്യം നല്ല. ഇവിടെ പോയി എന്നെ വിളിച്ചില്ല. ഞാൻ നല്ല മൂഡിലിരുന്ന് ഇങ്ങനെ ചൂണ്ടിട്ടുണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ കണ്ടത്തൊക്കെ ആന വന്ന് പോണ വഴികളാ. ഇതിൽ എങ്ങോട്ടോ പോയി അവന്മാരെ. എങ്ങോട്ട് പോയെന്നൊരു ഐഡിയ ഇല്ല. തപ്പട്ടെ. വ്യൂ നോക്കി ഗോയ്സ്. ഏത് മൂഡ് സെറ്റാണ്. വ്യൂ കണ്ട വ്യൂ ആണ്. മെയിൻലി അതിരപ്പള്ളിയിൽ ഈ സൈഡിക്കൊന്നും അങ്ങനെ വരാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ ഇവിടുത്തെ നാട്ടുകാരായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്തൊരു ഏരിയ വരുന്ന ടാസ്ക്. അത് അളിയന്മാരവിടെ നിന്ന് 2 പേര് മെഷീൻ അടിക്കുന്നുണ്ട്. മെഷീൻ അടിച്ചിട്ട് ഒന്നും കിട്ടണമെന്നില്ല. അതായത് കൂട്ടത്തിൽ 2-3 പേര് മെഷീൻ അടിക്കും, 2 പേര് കഴിച്ചുകൊണ്ടിടും. അതാകുമ്പോൾ
മിഷേൻ ചൂണ്ടയിൽ കിട്ടിയില്ലെങ്കിലും തിരിച്ചു പോകുമ്പോൾ കഴിച്ചു ചൂണ്ടയിൽ ഒരു കവറ് മീൻ പിടിച്ച് പോകാമല്ലോ എന്നുള്ള മൂടാണ് ഞങ്ങളെല്ലാവരും ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത തണൽ വേണം, മുട്ടൻ വെയിലാണ്, തണൽ പിടിച്ച് പോട്ടെ. അളിയന്മാർ രണ്ടുപേരും വയ്യാണ്ടായി മീൻ പിടിച്ച്, അവരെ എറിഞ്ഞെറിഞ്ഞ് അവരെ കൈയുടെ പുഴ പോയിന്നുണ്ട്. കഴിച്ചുകൊണ്ടോ ശരണം. ഇതൊക്കെ ആന കയറണ, ആന പന്നി കയറുന്ന സ്ഥലമാണ്. മീൻസ് ആ ഒരു ഇത് കണ്ട എടുക്കുക പോലെ അടിക്കൂടെ ഇങ്ങനെ കയറിപ്പോവും. ഇവിടെയൊക്കെ മീൻ ഉണ്ടാവട്ടോ. ഇവിടെ പറഞ്ഞ മാതിരി മെഷീനിൽ നല്ല സ്പിന്നറൊക്കെ ഇട്ട് അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ചെറുമീൻ എന്തെങ്കിലുമൊക്കെ കിട്ടും. എനിക്ക് ഇവിടെ നിട്ടോക്കാം. കൈയുടെ കട അവിടെ പോയി നോക്കാതെ, അവിടെ ചെളിക്കൂട്ടുണ്ട്. അവിടെ വെട്ടണ്ടല്ലോ. സ്പിന്നർ അടിക്കറ കലക്ക കലക്ക് കലക്ക്. ആ അതന്നെ പയ്യെ തിളങ്ങണത് മാറ്റിയടിച്ചേക്ക് വേറെ. ദാ ദാ പാണ്ടിക്കരിമ്പാറകൾ ഞാൻ ചെയ്ത് കേട്ടോ ചേട്ടാ. പക്ഷെ എനിക്കിവിടെ ഒരു പേടി, മേരി ആനയുടെ പിണ്ടൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. ആനക്കാട്ടിലാണോ വന്ന് കട്ട് ചെയ്യുന്ന ഡൗട്ടുണ്ട്. ആരെങ്കിലും കൂക്കിനെ വിളിക്കാം. ഒറ്റയ്ക്ക് ഒരു പേടി. വാടാ അറിഞ്ഞാലേ ഷിയോനെ വിളിക്ക്. ഇവിടെ ഒറ്റയ്ക്ക് പോകാൻ എന്തോ ഒരു ഭയം. ഫുള്ള് കാടാ. ഇത് അതിരപ്പള്ളിയുടെ ആ സൈഡ്, നമ്മ അതിരപ്പള്ളി ഇപ്പുറ സൈഡ് എത്തി. ഇത് കൂടെ നടന്ന് എത്തി. കണ്ടാരം അവിടെ ഇട്ടാക്കാം. കണ്ടിട്ട് പേടിയാവണെന്ന്. മീൻ കിട്ടും അല്ലേ? ഏടാ പേടിക്കണത് എന്തിനു പേടിക്കണ പൂറ? ഞാൻ ഫ്രണ്ടി പോലേ ഇവിടെ കയറാം. അവൻ്റെ കല്യാണം ആ എന്തെങ്കിലും ഉണ്ടോ നോക്കിയ പാമ്പ്. എന്തായാലും എൻ്റെ അമ്മേ ഏതാ സ്ഥലം അറിയില്ല. മറ്റേ സാധനം അടിച്ചു ആറായിരുന്നു ഒക്കെ. ഇവിടെ ആൾക്കാരൊന്നും ഇരിക്കാറുണ്ട് കൊണ്ടിട്ടാ. ഇട്ടേക്കാനാ തടയോ എന്തുണ്ടോ അവിടെ? വെള്ളം ഒഴുകണ്. കെട്ടി നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? പയ്യെ പോവാ. അപ്പുറത്തോടെ പോടാ, പുറത്തോടെ ഇറങ്ങി. ആ കെട്ടിക്കണടുത്തല്ലേ? ശ്രദ്ധിച്ചോളൂ, സൗണ്ട് ശ്രദ്ധിച്ചോളൂ. കിട്ടി മക്കളെ. സ്ഥലം അത് സൗണ്ട് കേട്ടറാ പക്കാ. കവറെടുത്തിട്ടുള്ള മീനിടാനായിട്ട്.
അടുത്തത് കിട്ടി ഗൈസ്. ചറ പറന്നാണ് പെടാ. റൊക്കണ നല്ല കൊത്തുണ്ട്. അവിടെ ഇങ്ങോട്ട് വേടാ, കവർ എടുത്തോട്ടാ. കവറ് വലിക്കുമ്പോ നോക്കി വലിക്കണം. കവർ കൊണ്ടുപോടാ. എന്താ അടുത്ത് ഗായ്സ് റൊക്കണ്ണ. ഓ പോയി. ശേ അക്കൂടെ വന്നിട്ടേ അക്കൊന്നും ഇങ്ങോട്ട് വരോ? നല്ല കൊത്തുണ്ട് ഗായ്സ്. ഷണ്ടല്ലുണ്ട്. ഷണ്ടല്ലിക്ക് കൊത്താനായിട്ട് പരലുകൾ സമ്മതിക്കണ. ഏരിയുണ്ടെങ്കിൽ വാര. ഏരിയുണ്ടെങ്കിൽ സുഖമായി നോക്കണ്ട. ഉണ്ടല്ല ആനക്കുണ്ടാണ് മേരിയത്. ഹായ്, ഇതിപ്പിട്ട് പോയി നമ്മള് രാവിലെ ചെമ്പല്ലിയാണല്ല. ഇല്ല, ചിലതൊക്കെ കുത്തുള്ളൂ. ഏരിയുണ്ടെങ്കിൽ സുഖമായിരുന്നു. വയ്യാണ്ടയ്യാ. ഇത്ര നാളായിട്ട് തൊട്ട് നിനക്കൊന്നും കിട്ടിയല്ലേ? അപ്പൊ സാധനങ്ങൾ മാറ്റി നോക്ക്. എൻ്റെ മണ്ടല് മാത്രം ദൈവത്തിനോക്ക് ആടിയൻ സെല്ല കുട്ടി വാടിയൻ ചെല്ലക്കുട്ടി അണ്ടലിനിടി കവറല്ലോ. ചവിട്ടല്ലേ. അവിടെ അണ്ടല് മാത്രം. ഒന്നും ചെയ്യണ്ട, ആന ചെയ്തിട്ട് പോകും. അതല്ല അവന്മാരുള്ളോണ്ടാ. ട്ടാ വലിക്കണമെങ്കിൽ ഇരിക്കണം. എനിക്ക് എരിടാ അങ്ങനെ മരത്തെ കഷ്ണം തുടങ്ങിട്ടെ.
ചെയ്യാൻ വേണ്ട ഞങ്ങളാ. അതായത് പയ്യെ ഇറങ്ങി ചെന്നാൽ മതി. കിട്ടി. ഇത് മറ്റേ ഇത്തിരി പരലിന് ഇത്തിരി സൈസുള്ള പരലാന്നുണ്ടല്ലേ റൊക്ക? കളറൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ ഈ പരലിന്. സാധനം കിട്ടും കേട്ടോ. സാധനം കിട്ടും മകൻ. ഞാൻ നിങ്ങളാരില്ലെങ്കിലും ഒറ്റയ്ക്ക് ചൂണ്ടയ്ക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. ഞാൻ അച്ചുകൊണ്ട് നിനക്ക് മെസ്സേജ് ചെയ്താ, രണ്ടുപേരും ഇല്ലെങ്കിൽ പിന്നെ അക്കു തെറി. മയില് ടൂട്ടു കയറ്റി വയ്യാണ്ടാവും ഞാൻ വീഡിയോയില്. ഒരു വീഡിയോയിലല്ലോ മീൻ പിടിക്കാൻ പോയ വീഡിയോയില് ടീ പോത്ര ഫുള്ള്. ആ അത്രേ ഉള്ളൂ. അപ്പുറത്ത് മറ്റേ വെട്ടണ ആൾക്കാരായിക്കോളാം. അക്കൊന്ന് നോക്കിയാറാ, ഒന്ന് നോക്കിയാ പോയിട്ട് സൈഡിൽ നിന്ന് നോക്കടാ മുത്തേ. ഓടാനുള്ള ഗ്യാപ്പിന് വേണ്ടേ ആദർശം കൂട്ടിന്. സ്ഥലം ഇഷ്ടായി. നീ കേറ്റിടാ മതി. സൈഡിൽ താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾക്ക് അയ്യോ നമ്മൾ അവിടെയാണ് ചൂണ്ടറാൻ പോണ ഗൈസ്. മുട്ട വെയിലാണ്. വേഗം തുരുത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലൊരു ശമനം ഉണ്ടാവും. എന്തായാലും തിരിഞ്ഞോക്കൊന്നും വേണ്ട. നമ്മളങ്ങനെ അടുത്ത സ്പോട്ടിലേക്ക് എത്തിട്ടോ. എടാ എന്ത് തന്നെ ഇവിടെ അമ്മേ. ഇത് മിക്കതും ഫോണും ഞാനും കൂടെ വീഴാൻ വേണ്ടിയിട്ടുണ്ട് വെള്ളത്തിൽ. ഒരു വീഴ്ച ഞാൻ കാണുന്നു. ഏതാ ഹായ് എന്താ കൂളിങ്ങല്ലേ. സമാധാനം എൻ്റെ അകത്ത് വരുമ്പോ ഈ പിടിക്കാൻ വന്നിട്ടില്ലല്ലേ? നീ പിടിക്കാൻ വന്നിട്ടില്ലേ? എങ്ങനെ എടുത്താലോ അപ്പുണ്ട്. ഞാൻ അവിടേക്ക് ഒരു മറ്റേ ഒരു യൂട്യൂബർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിലത്തോയ്ക്ക് ഇറക്കിട്ടാ റൊക്ക. അതല്ല ഇളന്ന് പോണ വഴിട്ടാ. അയ്യോ ഗൈസ് അങ്ങനെ നെക്സ്റ്റ് പ്ലേസ് മറ്റവിടെ ഞങ്ങൾ ആന പിടിക്കും. ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ എന്ത് പിടിക്കാവോ? ഞങ്ങൾ അതിരപ്പള്ളിക്കാരുടെ പ്രശ്നം അതാ. മെയിൻലി ഉണ്ടാ നീ ഇവിടേക്ക് ഇട്ട് റൈറ്റ് സൈഡിൽ അതെയാണ്ടാ പയ്യെ വലിക്കുന്ന ലൂസാക്കി കൊടുത്തിട്ട് വഴി. ഞാൻ വലിച്ചു.
നീ പിടിക്കല്ലേ കൂടിടാൻ വന്നിട്ടേ വീടാനുള്ള കുണ്ടി വന്നിട്ട് ഒരുത്തന്റെ മുട്ട് പൊട്ടി ഏതോ കൊതത്തില് പാടങ്ങള് വരുന്നു യൂട്യൂബില്.